ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതാ ഒരു കപ്പ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അകത്തുനിന്ന് നോക്കിയപ്പോൾ തോന്നി ഇന്ന് പുറത്തിറങ്ങി കുറച്ച് ഹരിതാപി പച്ചപ്പൊക്കെ കാണണം. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പുറത്തോട്ടിറങ്ങി നടക്കാം. അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോഴേക്കും അതിൻ്റെ സൈഡിലായിട്ട് ഏതാണ്ട് ഒരു വെറൈറ്റി കൊക്കറ്റോ ആണ് കേട്ടോ ഇത്. അപ്പം സ്ട്രീറ്റ് സൈഡിലായിട്ട് ഇതുപോലെ ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് വെച്ച പോലെ കുറേ മരങ്ങൾ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കായകൾ തിന്നാനായിട്ടാണ് ഈ ബേർഡ്സ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. കുറേ നേരം അതിനെ വായി നോക്കിയിരുന്നു. ഇതാ അടുത്തത്, ഇതാണ് ക്രിംസൺ റോസെല്ല. ഇതിൻ്റെ ഒരു കളർ കോംബോ നോക്കിക്കേ, ശരിക്കും വെൽവെറ്റ് കുപ്പായം ധരിച്ചതുപോലെ റെഡും അതുപോലെ തന്നെ വയലറ്റ് കളർ ഒരു കോംബോ അതിമനോഹരം അല്ലേ. സാധാരണ നമ്മൾ സൂവിൽ പോകുമ്പോഴല്ലേ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. ഇത് സ്ട്രീറ്റിൽ കൂടെ ആണെന്ന് ഓർക്കുമ്പം വേറൊരു ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസിന് ബെൽസ് എല്ലാം കെട്ടി തൂക്കിയിടത്തില്ലേ, അതുപോലെ തന്നെ കൂട്ടി കെട്ടിയിട്ടിരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു കായ ട്രീയിൽ. അതാണ് ഈ ബേർഡ്സ് കഴിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ചെല്ലുന്നത് ഒരു പാർക്കിലേക്കാണ് കേട്ടോ. നോക്കി, ഇവിടെ നമ്മുടെ നോർമൽ പച്ചത്താത്തമ്മയുണ്ട്, അതിൻ്റെ കൂടെ കാണുന്നത് ഈ ബേർഡാണ് ഗല, അതായത് വൈറ്റ് ലൈറ്റ് പിങ്ക് ഗ്രേ കളർ കോംബോ കേട്ടോ. ഇത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവിടെ ഇവിടെ റോഡ് സൈഡിലായിട്ട് നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ കാണാൻ പറ്റും. അതിനെ പിടിക്കാൻ പോകുന്നതെന്ന് തോന്നുമ്പോഴേ അത് പറന്നു പോകുള്ളൂ കേട്ടോ, അത്രയ്ക്ക് ഫ്രണ്ട്ലിയാണ്. ഇനി ഇതാണ് മാഗ്പൈ. ഞാനിതിനെ ആദ്യം കണ്ടപ്പോഴേ ഓസ്ട്രേലിയൻ കാക്ക നാട്ടോ വിളിച്ചുകൊണ്ടിരുന്നത്, കാരണം അങ്ങനെ ഒരു ലുക്കാണല്ലോ. അപ്പം നമ്മൾ കുറച്ച് നടന്ന് മുന്നോട്ട് പോയപ്പോഴേക്കും പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു സ്വിങ് ഒക്കെ ആയിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ അവർ അതിനകത്ത് കുറച്ച് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് നമ്മളവിടെ വെയിറ്റ് ചെയ്തു. ഇത് വാർഡനിൽ നിന്നുള്ള, അതായത് ക്യാൻബറ വാർഡനിൽ നിന്നുള്ള വീഡിയോസാണ് ഞാനിപ്പോൾ ഇടുന്നത്. അതായത് നമ്മൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് അടുത്തായിട്ടുള്ള പാർക്കിൽ നിന്നുള്ള വീഡിയോസാണ് കേട്ടോ. ഇതാ ഇത് നോക്കിക്കേ, ഇതാണ് ഓസ്ട്രേലിയൻ ഡക്സ് കേട്ടോ. കണ്ടാൽ നമ്മുടെ താറാവിൻ്റെ പകുതിയുള്ളൂ, എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഓസ്ട്രേലിയൻ വുഡക്ക്, ഓസ്ട്രേലിയൻ ഗ്രേഡക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 സ്പീഷീസ് നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ആ ഒരു ഡക്കിൻ്റെ കണ്ണ് നോക്കിക്കേ, നല്ല വാലിട്ട് എഴുതി വെച്ചിരിക്കുന്ന പോലെയല്ലേ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു ഫൗണ്ടൻ്റെ ചുറ്റും നിറച്ച് കസേരകളെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ, നമുക്ക് മാക്സിമം റിലാക്സ് ചെയ്തിരിക്കാനായിട്ട്. അതുപോലെ ഫൗണ്ടൻ്റെ നടുക്കെ കൂടെ തന്നെ നമുക്ക് നടക്കാം, പക്ഷികളൊക്കെ കണ്ടിട്ട് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അപ്പം യൂക്കാലി പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതായത് യൂക്കാലിയുടെ പൂവാണ്. കൂടുതലും ഇവിടെ വലിയ യൂക്കാലി മരങ്ങളാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. നല്ല തണുപ്പത്ത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്ന ഒരു ഫീല് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നോക്കിക്ക്, ഞാൻ വിചാരിച്ചു വെളുപ്പങ്കാലത്ത് മഞ്ഞ് വീണിരിക്കുന്നതായിരിക്കുമെന്ന്. തൊട്ട് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത്, ശരിക്കും ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ തന്നെയാണ്. കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ള വയലറ്റ് ഫ്ലവേഴ്സും കൂടി നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് കങ്കാരുവിനെ കണ്ടോ ലിമിയ, കങ്കാരുവിനെ കണ്ടോ എന്ന് ചോദിക്കുന്നവരോടാണ് കേട്ടോ. നമ്മുടെ ഈ ഈവനിങ് വാക്കിൽ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്യാമറയ്ക്ക് ലക്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ദോ നിൽക്കുന്നു കങ്കാരു. നോക്കിക്കേ, റോഡ് സൈഡിൽ വണ്ടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതുപോലെ തന്നെ കങ്കാരു അതിൻ്റെ പാട്ടിന് പുല്ലൊക്കെ തിന്നുകൊണ്ട് സ്വൈര്യമായിട്ട് അതിൽ കൂടെ ഇരിക്കുന്നു. എന്താണല്ലേ, ആളത്യാവശ്യം എന്നെക്കാളും പൊക്കവും നല്ല സൈസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് നമ്മൾ അത്രയ്ക്ക് അടുത്തോട്ട് പോയി വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് എല്ലാം കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യൂ ആണ്. മാത്രമല്ല അത് പുല്ലെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, വെറുതെ അതിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. എന്നാലും അതിനൊരു പേടിയുള്ളതായിട്ട് എനിക്കും തോന്നിയില്ല. അപ്പോൾ നമുക്ക് കങ്കാരുവിനെ കണ്ടിരുന്നാൽ മതിയോ, മുന്നോട്ട് പോകണ്ടേ? നേണ്ട കടവൃക്ഷം പോലെ യൂക്കാലി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു കോൾഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കി, നല്ല റിഫ്രഷിംഗ് ആണ് കേട്ടോ. അതുപോലെ യൂക്കാലി കാച്ചി നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ യൂക്കാലിയുടെ പൂവും കണ്ടു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, വീഡിയോ ഇഷ്ടമായില്ലേ? ഇനിയും ഇതുപോലത്തെ കൂടുതൽ വീഡിയോ ഞാൻ എടുത്തിട്ട് ഷെയർ ചെയ്യാമേ. അപ്പം കീപ്പ് ഓൺ വാച്ചിങ്. ബൈ ബൈ.